ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി. AICC പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി. നടപടി മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 14 വർഷമായി തരൂർ ഈ സമിതിയിൽ അംഗമായിരുന്നു. ശരത് ലാൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ശരത്ത്, തുടർച്ചയായുള്ള കേന്ദ്ര സർക്കാരിനോട് കുറിച്ചുള്ള പുകഴ്ത്തൽ പ്രീണനം ഇപ്പോൾ ഒടുവിൽ അത് ഒരു അച്ചടക്ക നടപടിയിലേക്ക് നേതൃത്വം എത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അരണ്യ, ശശി തരൂരിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു തുടങ്ങി എന്നതിന്റെ പ്രാഥമിക തെളിവാണ് അദ്ദേഹത്തെ ഇതിനെതിരെ ഇന്നിപ്പോൾ തുടക്കത്തിൽ അച്ചടക്ക നടപടി നേരിട്ടത്. AICC സമ്മേളനം അഹമ്മദാബാദിൽ നടത്താൻ 7 ദിവസം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് പ്രമേയം AICC പ്രമേയം തയ്യാറാക്കുന്ന ഉന്നതതല കമ്മിറ്റിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരായിരുന്നു ഇതുവരെ ഇത് സംബന്ധിച്ച വിദേശകാര്യ നയത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രമേയത്തിനെ തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റ് സമിതിയുടെ അധ്യക്ഷൻ. ആ സ്ഥാനത്തു നിന്നും ആ സമിതി അംഗത്വത്തിൽ നിന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു നടപടിയുള്ള കാരണം നിരന്തരമായി മോദി സർക്കാരിനെ പ്രകീർത്തിക്കുന്നു. അതുമാത്രമല്ല കോൺഗ്രസിന്റെ നയങ്ങൾക്കെതിരെ വ്യക്തമായ നിലപാടെടുക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് രാഹുൽ ഗാന്ധി അടിയന്തരമായിട്ട് ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത്. ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് പ്രമേയം AICC അഹമ്മദാബാദിൽ നടക്കുന്ന 8-9 നടക്കുന്ന AICC യോഗത്തിൽ നിന്നുള്ള സമ്പൂർണ്ണ AICC സമ്മേളനത്തിലുള്ള പ്രമേയം തയ്യാറാക്കുന്നുള്ള ഉന്നത കമ്മിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ ശശി തരൂരിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന് വൈകിട്ടോടെ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേരളത്തിൽ ഓർഗനൈസ് സെക്രട്ടറിയായ AICC ഓർഗനൈസേഷൻ ചുമതലയുള്ള KC വേണുഗോപാലാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ശശി തരൂരിനെതിരെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഇത് എവിടെ വരെ എത്തും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതിനോട് എങ്ങനെയായിരിക്കും ശശി തരൂർ പ്രതികരിക്കുക എന്നതനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ കോൺഗ്രസിലെ ഭാവി. എന്നാലും കോൺഗ്രസ് ഇനി ശശി തരൂരിനെതിരെ ക്ഷമിക്കാൻ തയ്യാറില്ല എന്നൊരു മെസ്സേജാണ് ഇതോടുകൂടി അരണ്യ നൽകിയിരിക്കുന്നത്. നമ്മൾ ന്യൂസ് മലയാളം ഈ സാധനം പുറത്തുവിടുന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ശശി തരൂരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടി വരും. ഇന്ന് ഇത് സംബന്ധിച്ച് നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നത് അദ്ദേഹത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ശശി തരൂരിനെതിരെയുള്ള ആദ്യം അച്ചടക്ക നടപടി AICC തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിൽ നിന്ന് AICC സമ്മേളനത്തിലുള്ള സമ്പൂർണ്ണ സമ്മേളനത്തിലുള്ള പ്രമേയങ്ങൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂരിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ AICC സമ്മേളനം നടത്താൻ 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അഹമ്മദാബാദിൽ. ഈ സമയത്താണ് അടിയന്തരമായി ഇത്തരമൊരു തീരുമാനം രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും എടുത്തിരിക്കുന്നത്. ഇനി ശശി തരൂരുമായിട്ടുള്ള അവഗണിക്കുക എന്നുള്ള നിലപാടില്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം. ശശി തരൂരിനെ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്ന നടപടി നേരിടുന്ന ഒരു വഴികൾ എടുക്കുക എന്നുള്ളതാണ് AICCയെ സംബന്ധിച്ചുള്ള മുന്നിലുള്ള മാർഗം. ഇതിൽ രാഹുൽ ഗാന്ധി ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അരണ്യ. ശരത്ത്, ഈ കഴിഞ്ഞ തവണ ഇത് ആദ്യമായിട്ടല്ല തരൂർ ഒരുപാട് കാലങ്ങളായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് സ്വന്തം പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അത് നേതാക്കൾക്ക് പലപ്പോഴും ഏത് തരത്തിൽ പ്രതികരിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചൊക്കെ പരസ്യമായി ഇത്തരം കാര്യങ്ങളൊന്നും പറയരുത്, ഒരു കണ്ണുരുട്ടൽ ഉണ്ടായി, ഒരു താക്കീത് നൽകി, നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. എന്നിട്ടും ഇതൊന്നും മതിയാക്കാനുള്ള ഉദ്ദേശം തരൂരിനുണ്ടായിരുന്നില്ല. വീണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ തരൂരിനോട് ഈ വിഷയത്തിലെ കുറിച്ചുള്ള പ്രതികരണം ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹം പറയുക രാജ്യ താല്പര്യം മുൻനിർത്തിയാണ് താൻ സംസാരിക്കുന്നത്, അതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ ആയിരിക്കാം. അരണ്യ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വീക്ക് ഇന്ന് രാവിലെ ഇറങ്ങുന്ന ഒരു ലേഖനമായിരുന്നു വീക്കിൻ്റെത്. എന്നാൽ സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്, വീക്ക് ഇന്ന് രാവിലെ ഇറങ്ങുന്ന വീക്കിന്റെ സ്ഥാനം ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ ഇത് അദ്ദേഹത്തിന്റെ ട്വിറ്റർ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. സ്വാഭാവികമായിട്ടും കരുതിക്കുട്ടി തന്നെയാണ് ശശി തരൂർ ഇത്തരമൊരു ലേഖനം എഴുതിയത് എന്നാണ് AICC അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് AICC ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു നടപടിയിലേക്ക് മുതിർന്നത്. കാരണം നേരത്തെ അഭിമുഖമാണെങ്കിൽ അത് വളച്ചൊടിച്ചു എന്ന് പറയാൻ പറ്റും. ഇതിൽ ശശി തരൂർ തന്നെ ഡാറ്റകൾ വെച്ച് നേരിട്ട് എഴുതിയ ഒരു ലേഖനമാണ്. കേരളത്തിലെ വ്യവസായത്തെ പ്രകീർത്തിക്കൊണ്ട് എഴുതിയ പോലെ തന്നെ കോവിഡ് കാര്യത്തിലും ഡാറ്റകൾ വെച്ച് എഴുതിയ ഒരു ലേഖനമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് വ്യക്തമായിട്ടും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം കൊണ്ട് എഴുതിയതെന്നാണ് AICC രാഹുൽ ഗാന്ധി കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീക്കിൽ ഇത്തരം ലേഖനം വരും. വീക്കോ അതിന്റെ മാഗസിനോ ആൾക്കാരോ ഇത് അതായത് പത്രങ്ങൾക്ക് ലീക്ക് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം തന്നെ ഈ ലേഖനത്തിന്റെ പകർപ്പ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പങ്കുവെക്കുകയും ചെയ്തു.
സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന ഒരു കാര്യം അത് ശശി തരൂർ അച്ചടക്കത്തിന് വഴങ്ങുന്നില്ല. കാരണം നേരത്തെ ഉണ്ടാക്കിയ യാതൊരു ഒത്തുതീർപ്പിനും ശശി തരൂർ തയ്യാറല്ല എന്ന് തെളിയിക്കുന്നതാണെന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ ശശി തരൂരിനെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി അച്ചടക്കത്തിന്റെ വാൾ ഓങ്ങിയിരിക്കുന്നത്. അരണ്യ നേരത്തെ അതുപോലെ ഈ തരൂരിന്റെ പുതിയ പ്രസ്താവന വന്നപ്പോൾ BJP അതിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയ പക്ഷേ കോൺഗ്രസ് നേതാക്കൾ മൗനം പാലിക്കുന്ന സാഹചര്യം വരുന്നു. ഇനിയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് എന്താണ് പറയാനുള്ളത് നേതൃത്വത്തിന് എന്ന് അറിയേണ്ടത് അല്ലേ? അരണ്യ, അത് തന്നെയാണ് BJP ഇത്തരത്തിലുള്ള തരൂരിന്റെ പ്രസ്ഥാനം വന്ന ഉടനെ തന്നെ BJPയുടെ 2 പ്രമുഖ നേതാക്കൾ ഇതിനെ സ്വാഗതം ചെയ്യും. സംസ്ഥാന അധ്യക്ഷനും അദ്ദേഹത്തിനോട് തോൽവി ഏറ്റുവാങ്ങിയ രാജീവ് ചന്ദ്രശേഖർ പോലും തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് തോൽവി ഏറ്റുവാങ്ങിയ രാജീവ് ചന്ദ്രശേഖർ പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളെ പ്രകീർത്തിക്കുകയാണ് നമ്മൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ എക്സ്പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, ശശി തരൂരിലേക്കുള്ള വ്യക്തികൾ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് BJPയുടെ തിരിച്ചറിയലാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. എന്നാലും BJP നേതാക്കൾ ഇത് സഹർഷമാണ് സ്വാഗതം ചെയ്യുന്നത്. നരേന്ദ്രമോദിയും അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെയും പ്രകീർത്തിക്കാനുള്ള ശശി തരൂരിന്റെ വെമ്പലിനെ അവർ വളരെ വ്യക്തമായി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇത് കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടി എടുത്തിരുന്നത്. കാരണം ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. അതുകൊണ്ട് തന്നെ തരൂരിനെതിരെ കോൺഗ്രസിൽ അച്ചടക്ക നടപടി വരുന്നു. AICC പ്രമേയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കി രാഹുൽ ഗാന്ധി. മോദി സർക്കാരിനെ നിരന്തരമായി പ്രശംസിച്ചതിനെ തുടർന്നാണ് തരൂരിനെതിരായ നേതൃത്വത്തിന്റെ നീക്കം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ.